ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ സുന്ദരി കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. സമയം 12 മണി. നമുക്ക് അമ്മേനെ പോയി വിഷ് ചെയ്യാം. പുള്ളിക്കാരോട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നണേ. പോയിട്ട് വിഷ് ചെയ്യാം. ഓക്കെ, ഇത്ര നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഒരു ഫുഡ് കഴിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മച്ചി. Happy birthday to you. Happy birthday to you. Happy birthday to you. ചുമ്മാ വിളിച്ചതാ. തല്ലി. Happy birthday to you. എന്റെ പൊന്നേ വാ. ചെല്ലണം നീളില്ലടാ. കഴിയട്ടെ ഞാൻ. Happy birthday to you. അപ്പൊ എങ്ങനെയാ ആഹ്ലാദിപ്പിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എവിടേക്ക് പോവാ? തിന്നോട്ടെ. 12 മണി ആയപ്പോ 12 മണി 12 ഒരുപാട് വർഷം ഇതുപോലെ ഞാൻ അനുഭവിക്കുന്നത് നിനക്ക് പോരല്ലേ. നമ്മുടെ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റാ, അതുകൊണ്ട് 12:10. നിനക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഈ 44 വയസ്സിനിടയിൽ അനുഭവിച്ചതൊന്നും പോരാ. ഈ നിൽക്കുന്ന ജനങ്ങൾ പറയണത് 44 വയസ്സിൽ നീ അനുഭവിച്ചത് പോലെ ഇനിയും കുറെ അനുഭവിക്കണം. അതായത് ഇനിയും ഒരുപാട് ആണോ? തിന്നോട്ടെ. 12 മണിക്ക് ഫുഡ് കഴിക്കണേ. എന്റെ ആശാമാര് കാണണ്ട ജിമ്മിലുള്ള കാര്യം പറയല. ജിമ്മില് പോയിട്ട് 2 ആഴ്ച കണ്ടായി. അപ്പൊ എല്ലാവരും സന്തോഷിക്കും. ദ ഗ്രേറ്റ് ഓഫ് റഹീമ കൊച്ചു ജനിച്ച ദിവസമാണ് December 11. അപ്പൊ ഈശോ ജനിച്ചതിനേക്കാൾ മുമ്പാണ് ഞാൻ ജനിച്ചത്. ഓർമ്മട്ടാ. അപ്പൊ ഈശ്വരങ്ങളുടെ പ്രായമൊക്കെ ഉണ്ട്. ഞാൻ ജനിച്ചതിന് ശേഷം ഈശോ ജനിച്ചേക്കണേ. അപ്പൊ ആർക്കാണ് പ്രായം കൂടുതൽ? ആയിക്കോട്ടെ, അവള് ഇരുന്ന് കഴിക്കാം. ഞാനിപ്പൊ തന്നെ ആവി കയറ്റി പഞ്ഞി പോലെ കൊണ്ട സാധനം ഫാനിന്റെ കാറ്റോട് നിൽക്കുന്നില്ലേ. ഇതുകൊണ്ട് ഇപ്പൊ എറിഞ്ഞല്ല കഴുത്ത് മുറിയാതെ വരക്കും. രാവിലെ ഉണ്ടാക്കിയ വെള്ളയപ്പം. സത്യം പറയല്ല, ഈ വിറ്റകളുടെ കൂടെ വർത്താനം പറഞ്ഞ് കുത്തിരുന്നിരുന്ന സമയം പോയത്. ഇവന്മാരൊക്കെ തിന്ന്, ഞാൻ മാത്രം ഇനി തിന്നാനായിട്ട്. ഇനി വേഗം പറഞ്ഞിക്കോ കഴിച്ചിട്ട്. ഇത് തിന്നിട്ട് ഞങ്ങൾ നടന്നതാ. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. നമ്മൾ ആഘോഷിക്കാൻ നമ്മളിന്ന് ഉറങ്ങില്ല. ഞങ്ങൾ തുടങ്ങണില്ല. ഞങ്ങളെ എന്റെ ബർത്ത്ഡേ ഞങ്ങള് December 11 റഹീമ കൊച്ചിന്റെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകും അല്ലേ. സസ്പെൻസ് പൊളിച്ചു. എന്റെ ചങ്കളെ, എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പക്ഷെ ഒരു കാര്യമില്ല, നേരെ വെളുത്തപ്പോ തുടങ്ങി ഞാൻ മാത്രം എടുക്കണമെന്ന് കഷ്ടപ്പെടണേ. എന്ത് കുറെ ബലൂണ് വീർപ്പിച്ചിട്ടില്ല. കംപ്ലീറ്റ് ബലൂണ് പൊട്ടിപ്പോയിട്ട് ഇപ്പൊ ആ 5-6 തുത്ത് ബലൂണുണ്ട്. ഇപ്പൊ ഈ സെറ്റ് ഒക്കെ നീക്കിയിട്ട് കേക്ക് മുറിക്കാനായിട്ട് ഒരു കുഞ്ഞ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആ കേക്ക് മുറിക്കാൻ വേണ്ടിയാണ് സ്പേസ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്റെ ജോലി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ഫുഡ് എന്റെ മോൾ ഉണ്ടാക്കിയതാണ്. മൈ ഫസ്റ്റ് ഏഞ്ചൽ അവരുണ്ടാക്കിയതാണ്. ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനാണ് ഇന്നത്തെ ഫുഡ്. അവള് സ്പെഷ്യലാണ്. അപ്പൊ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നിട്ടുള്ളത് ഇവിടെ അജി, തിരുവനന്തപുരത്തിന്റെ അജി വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് എന്റെ സുമിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞാനുണ്ട്, കിച്ചുണ്ട്, വേറെ എന്റെ നമ്മുടെ മക്കളുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഇത്രയായിട്ട് വേറെ ആരും വന്നിട്ടില്ല. ഞാൻ ആരോടും ക്ഷണിച്ചിട്ടൊന്നുമില്ല. ആകെ ക്ഷണിച്ചേക്കുന്നത് എന്റെ ആശാമാരൻ, എന്റെ ജിമ്മിലെ ആശാമാരൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വേറെ ആരും എത്തിയിട്ടൊന്നുമില്ല. പക്ഷെ 1 മണി കഴിഞ്ഞ് എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. സത്യം പറയാല സങ്കടമുണ്ട്, ആരും വന്നിട്ടില്ല. അപ്പൊ ഞാൻ കേക്ക് മുറിക്കാൻ പോയി. ഞാൻ കേക്ക് മുറിച്ച് ഞാൻ തന്നെ തിന്നു. അല്ല പിന്നെ ആ പേരോട് കാണിച്ചു കൊടുത്ത എന്റെ പേരോട് കാണിച്ചു കൊടുത്ത ഞങ്ങളെ എല്ലാ പണിയും ഞാൻ ചെയ്തു. ഇത്ര പെണ്ണുങ്ങൾ ഈ കുടുംബത്തുണ്ട്. ഒരുത്തി കോഴിക്കോട് തന്നിട്ടുണ്ട്, ഒരുത്തി തിരുവനന്തപുരത്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അതെ, ബർത്ത്ഡേയുടെ അന്ന് ബർത്ത്ഡേ കുട്ടീനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. അതറിയില്ല. ബർത്ത്ഡേയുടെ അന്ന് ബർത്ത്ഡേ കുട്ടീനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. നീ തിരുവനന്തപുരത്ത് വണ്ടി വിളിച്ച് എന്തിനാ പണിയെടുപ്പിക്കാനാ? പൊടി ഞാൻ വിളിച്ചത് വേണ്ട. എന്റെ ബർത്ത്ഡേ ഞാൻ തന്നെ ആഘോഷിച്ചോളാം. ഒരു കഷ്ണം കേക്ക് ഒരാൾക്ക് ഞാൻ തരില്ല. ഒരു കഷ്ണം കേക്ക് ഞാൻ ആർക്കും തരില്ല. അത് ഓഫ് ചെയ്യണി. കേക്ക് തരാൻ അപ്പൊ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കിയേക്കുന്നത് എന്റെ ജിമ്മിലെ കൂട്ടുകാരി നിമിഷയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ പാറപ്പുറം ഹനുമാൻ കോവിലിന്റെ അടുത്ത നിമിഷയുടെ വീട്
കേക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ മുത്തേ. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, ഫോട്ടോസ് ഒക്കെ എടുക്കണം നമുക്ക് കേക്കിന്റെ. അപ്പൊ കേക്ക് സ്പെഷ്യൽ നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്റെ ചങ്കത്തിൽ നിമിഷം ഉണ്ടാക്കി തന്നേക്കണം കേട്ടാ. താഴെ വീഴും, കുമ്പിടാൻ വയ്യ. ബർത്ത്ഡേ കുട്ടി കുമ്പിടത്തില്ല. ഇന്ന് ഞാനൊന്നും ചെയ്യത്തില്ല, ഉള്ള ഞാൻ പറയാം. ഞാൻ ഇന്ന് ദിവസം ഇന്ന് രാത്രി 12 മണി വരെ ഞാൻ ഒരു പാത്രം എടുത്ത് പറ്റില്ല. കേക്ക് എനിക്ക് ചോറ് വരെ വാഴ്ത്തന്നോണ്ട് ഉള്ള കാര്യം പറയാല. എന്ത് 2 പേര് വന്നിട്ട് തിരുവനന്തപുരത്ത് കോഴിക്കോട് എനിക്ക് ചോറോട് ആരിലൊക്കെ വാഴ്ത്തത്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല. കേക്ക് മുറിക്കാൻ പണിയെടുക്കും. കേക്ക് മുറിക്കാൻ ഞാൻ തിന്നിരുന്നുണ്ട്. ഇവളുമാരെ രാവിലെ തുടങ്ങി മറ്റേ കണ്ണാറുടെ മുമ്പിൽ ഇങ്ങനെ പോയിട്ട് മേക്കപ്പ്. എന്റെ ബർത്ത്ഡേക്ക് ഒരു മേക്കപ്പ് ഇടുന്നൊക്കെ കണ്ട ഒന്ന് രാവിലെ ബർത്ത്ഡേ കോടി ഈ പുണ്യാളത്തി വാങ്ങിച്ചത് ബർത്ത്ഡേ കോടി ഇട്ട് നിക്കണായിട്ട് ഞാൻ ഊരിക്കളയല്ലേ ബർത്ത്ഡേ കോടി ഇട്ട് ഇതിട്ടിട്ട് ഞാൻ രാവിലെ തുടങ്ങി നിക്കണത്. എന്റെ ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ബർത്ത്ഡേ കോടിയൊക്കെ കുഞ്ഞാവേ ബർത്ത്ഡേ കോടിയൊക്കെ കേക്ക് അടിച്ച ശേഷം ഊരി അങ്ങോട്ട് മാറ്റിയിരിക്കാൻ പണിയെടുക്കുക. ഇന്ന് 24 മണിക്കൂർ എനിക്ക് ലീവ് ഹോളിഡേ ഉണ്ട്. എന്റെ ഹോളിഡേ ഉണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കും, നീ പ്ലേറ്റ് കഴിക്കും. ഞാൻ ജാനിക്കുട്ടിയാ ഇന്ന് ഇവിടുത്തെ ജാനിക്കുട്ടി. ഞാനല്ല, നിങ്ങളൊക്കെയാണ് ജാനിക്കുട്ടി. കേക്ക് കട്ടി തരുമ്പോ കേക്ക് കട്ടി മാത്രം നീ എന്നെ പൊന്നിച്ചങ്ങളെ പനി വന്നിട്ടുണ്ടല്ല, മരിച്ച് വയ്യ, ഒട്ടും വയ്യ. എല്ലാം കൊച്ചാണ്. ഈ കൊച്ചാണെങ്കിൽ ഉള്ള പേരോടൊക്കെ വീർപ്പിച്ച കേക്ക് വെക്കാൻ സ്ഥലമില്ല. കേക്ക് ഞാൻ നെഞ്ചത്തൊക്കെ കേക്ക് അവിടെ വെക്കണേ. ബലൂണെല്ലാം വീർപ്പിച്ചിട്ട് അവൾ അതിന്റെ പുറത്തേക്ക് പൊട്ടിക്കും. കേക്ക് വെക്കാൻ സ്ഥലം വേണ്ടേ? ഉള്ള പേരോട് മൊത്തം ടേബിൾ കൊണ്ട് സെറ്റ് ചെയ്ത് ഞാൻ ഇന്ന് മിണ്ടും. ഇന്നൊരു ദിവസം ഞാൻ മിണ്ടും. പാടുപേടും കേക്ക് വെക്കാൻ സ്ഥലം വേണമെന്ന് 50 പേരോട് വാങ്ങിച്ചപ്പോ ആകെ 20 ആകെ പൊട്ടിപ്പോയി. 25 ഇല്ല, തൊട്ടേ ഇല്ല. എവിടെ പാവം ഞാൻ കത്തിയതിനാ. അപ്പൊ ചങ്ങളെ എന്റെ ആശാമാരാണ് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എന്റെ ആശാമാരാണ് നമ്മുടെ ജിമ്മിലെ നമ്മുടെ ഫിറ്റ് ഫ്ലെക്സ് നമ്മുടെ മടുത്തു പഠിക്കാനുള്ള ജിമ്മിലെ എന്റെ ആശാമാരാണ് കേട്ടാ. എന്റെ ആശാമാര് മാത്രമല്ല, സജിത്ത് നമ്മുടെ കുടപ്പുറപ്പാണ്. നമ്മുടെ തൊട്ടിപ്പുറം വീട്, നമ്മുടെ താഴത്തെ വീട്. പിന്നെ ആളുടെ വീട് എവിടെയാ? കായംകുളമാണ്. അപ്പൊ നമ്മുടെ മക്കളാണ് കേട്ടാ, കൂടപ്പുറപ്പല്ല മക്കളാണ്. വരും സഖാവ് അറിഞ്ഞിട്ട് വിളിക്കാതെ. അപ്പൊ ചങ്കാണ് നമ്മുടെ കേക്ക് നോക്കിയ എന്റെ ചങ്കത്തി ഉണ്ടാക്കിയതോ, നിമിഷം ഉണ്ടാക്കിയ കേക്കാണ് കേട്ടാ. നമ്മുടെ നിമിഷം ഉണ്ടാക്കിയതാ. അതെ, അപ്പൊ ഞാൻ കണ്ടത് മുമ്പ് നിങ്ങൾ കണ്ടാ. ഇത് ഫ്രണ്ട് വ്യൂ സെറ്റ് കേക്കല്ലേ, ഫ്രണ്ട് വ്യൂ. അതിങ്ങനെ അപ്പൊ ഞാനൊരു നിമിഷക്കൊരു വ്യൂ പറയട്ടെ. നിമിഷനോട് പറയട്ടെ, ഇങ്ങോട്ട് കാണിക്കത് കിച്ചു. നിമിഷ എന്റെ മുത്ത് കേക്ക് സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. തിന്നുകൂടി നോക്കിയിട്ട് ടേസ്റ്റിന്റെ കാര്യമൊക്കെ പറയാട്ടാ. അപ്പൊ താങ്ക് യു മുത്ത്. അപ്പൊ നിമിഷയാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കി തന്നത്. നിമിഷയുടെ വീട് ഹനുമാൻ കോവിലിന്റെ അവിടെയാണ്. അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ സൂപ്പർ കേക്കാണെന്ന് തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നിമിഷ താങ്ക് യു, ലവ് യു. അപ്പൊ ചങ്കാണ് നമ്മുടെ ജിമ്മിന്റെ ഓണറാണ് കേട്ടോ. ഫിറ്റ്ഫ്ലെക്സ് ജിമ്മിന്റെ മടത്തുപടിക്കുള്ള ഫിറ്റ്ഫ്ലെക്സ് ജിമ്മിന്റെ ഓണറാണ് സന്ദീപ്. അപ്പൊ ഒരു വട്ടം വീഡിയോയിൽ കണ്ടേക്കുന്നതാണല്ലേ. അപ്പൊ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ സന്ദീപ്. എനിക്ക് ഇന്നത്തെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ്. ആരും വിളിച്ചു, നിങ്ങളെ മാത്രം മനസ്സിലായി. പിന്നെ അവരുണ്ട് സുമി, അജി വന്നേടി. ഇത് അജി എന്റെ കൂട്ടുകാരി തിരുവനന്തപുരത്തുള്ളതാണ്. ഇത് സന്ദീപ് നമ്മുടെ ജിമ്മിന്റെ ഓണറാണ്. സുമി ഇത് സുമി കോഴിക്കോട് എന്റെ കൂട്ടുകാരി. സന്ദീപ് നമ്മുടെ ജിമ്മിന്റെ ഓണർ. ഇത് രണ്ടുപേരും ആശാണ്. അപ്പൊ എന്നിട്ട് പരിപാടി കേക്ക് കുറിച്ചാലോ? എടി അവള് വരുന്നില്ലെന്ന് വെച്ചാൽ അപ്പൊ ചങ്കാണ് നമ്മള് കേക്ക് മുറിക്കാൻ പോവേണ്ടാ അല്ലെ? മുറിക്കാല്ലേ? അരിവാള വെട്ടുകൾക്ക് എന്തും വെച്ചിട്ട്
അവിടെ നിന്നെ ഞാൻ വന്നോളാം. അങ്ങോട്ട് നീങ്ങിക്ക്. പാട്ടൊക്കെ പാടുന്നു കേട്ടോ. ഓക്കെല്ലേ പൊന്നു? നമ്മുടെ മക്കള് വന്നേ അവിടെ ചുമത്തിന് അപ്പൊ ഞാൻ കുറിക്കട്ടെ. എന്റെ മക്കള് കഴിക്കാൻ Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. എന്റെ പുറത്തേക്ക് എടുത്താ എന്റെ പുറത്തേക്ക് എടുത്തു മക്കളെ. എനിക്ക് കൂടി my first angel. Embody. Apa letak ke itu? Kopi. Kopi. Hey, mami. എനിക്ക് വെച്ചത് നിങ്ങൾക്കെല്ലാം ഞാൻ വെച്ചത് കേട്ടോ. അപ്പൊ എന്റെ ചങ്കൾക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നിട്ട് എല്ലാവർക്കും കേട്ടാ. എന്റെ മുഖം എങ്ങനെ കളിക്കുന്നു. അല്ല ഇതൊന്ന് കയ്യിൽ പരമ്പര ആ നേപ്പാ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷം. നമ്മൾ ഇനി നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാറേ. എന്റെ പമ്മു നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ബാർലി ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നിമിഷയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള വാക്കുകളാണ്. കേക്ക് സൂപ്പർ ബട്ടർ സ്കോച്ച് ആയിരുന്നല്ലേ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അല്ലേ കേക്ക് സൂപ്പർ അല്ലേ? കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നിമിഷം അടിപൊളി കേക്ക് ഉണ്ടാക്കുമ്പോൾ അവിടെ കേക്കിന്റെ ആ ഒരു പേരൊന്നും ഡെലീഷ്യസ് എന്നാണ് അവർ ഇൻസ്റ്റാഗ്രാം പേജ്. കേക്കിന്റെ സൂപ്പർ കേക്കാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റും അത്രയും ടേസ്റ്റ്. ഡെലീഷ്യസ് കേക്കിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ആണ് കേട്ടോ. ഓക്കെ തങ്ങളെ. അപ്പൊ നിമിഷ മുത്തേ താങ്ക് യു, ലവ് യു. മക്കളൊക്കെ വായോ, ഞാൻ കിച്ച് തന്ന ഗിഫ്റ്റ് പൊട്ടി. കിച്ച് എന്തിയെ? കിച്ച് യു വെരി വെരി ഇന്റർനാഷണൽ കള്ളേ. കിച്ചൂടെ വന്നേ അന്ന് പറയാഞ്ഞേ എന്റെ പുണ്യാളെ സത്യോട് പറഞ്ഞില്ലടി. അപ്പോഴും ആജി പറഞ്ഞേ നോക്കിക്കോ കിച്ചല്ല ആള് എന്ന് പറഞ്ഞു.
ഒറ്റ ഒരാൾക്കറിയാം. പൊന്നു, പള്ളി പൊന്നു. ഇതപ്പ പോയിട്ട് എന്ത് വാങ്ങിച്ച്? അപ്പൊ ഇവിടുന്ന് എങ്ങനെ ചാടി? എവിടുന്ന്? അപ്പൊ ഭയങ്കര സന്തോഷമായി അല്ലേ? വന്നേ 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 വന്നേ. ഹാപ്പി ആയി. കിച്ചു ഒരു അല്ലേ ഇപ്പൊ പോയി ആരും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഹാപ്പി അല്ലേ? ഒട്ടും പ്രതീക്ഷയില്ല കേട്ടാ, ഒട്ടും പ്രതീക്ഷയില്ല. പൈസ കൊടുത്തെങ്കിൽ പയ്യപ്പള്ളി സുമി അമ്മ സൂക്ഷിച്ച്. അച്ഛടാ അപ്പച്ചന്റെ കൂടെ ഫോട്ടോക്ക് എപ്പ കൊടുത്തേ? കരഞ്ഞി കണ്ണീര് വേണ്ട. അപ്പയാ അച്ചട ആളപ്പച്ചനെ കണ്ടാക്കപ്പെട്ടെ. അതിന്റെ ബെറ്റർ പോണ്ട് പറന്നു പോകാൻ പറ്റുന്ന സമയത്ത് സുമി കോഴിക്കോടല്ല ഐറ്റംസ് കൊടുത്തതാ പണ്ടൊക്കെ. ഇപ്പൊ ഇന്നത്തെ എന്റെ ഞാനിട്ട ബർത്ത്ഡേ കോടി പിന്നെ എല്ലാം ഈ കോടി എല്ലാം എന്റെ അജി വാ 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 അവള് 2-3 ദിവസം മുമ്പ് എന്റെ ബർത്ത്ഡേ ആഘോഷം ഇങ്ങനെ ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചത്. നീ വാ അജിയാണ് ഇന്നത്തെ ഒരു ദിവസം ഇത്രയും സുന്ദരമാക്കി തന്നത്. ഇവിടെ നിൽക്ക് പറ്റോ എന്തുവാ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇത്രയും മനോഹരമാക്കി തന്നത് എന്റെ അജിക്കുട്ടിയാണ്. കാരണം ഞാൻ പറഞ്ഞ എനിക്ക് ആഘോഷമൊന്നും വേണ്ട, താല്പര്യമില്ല, ആഘോഷിക്കൊന്നും വേണ്ട, കുറച്ച് നാട്ടിൽ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇവള് പറഞ്ഞ് നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, നീ എപ്പോഴും ചിരിച്ചിരിക്കണം, എന്നെ കൊണ്ട് നിന്നെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നോ അതുപോലൊക്കെ ഞാൻ സന്തോഷിപ്പിക്കും. കാരണം എന്റെ ചിരി, ഈ ഒരു ചിരി എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ അജിക്കുട്ടിയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവരൊക്കെ വിളിക്കണം, എന്റെ ആശാനെ വിളിക്കണം, സന്ദീപിനെ വിളിക്കണം, അവരൊക്കെ വരട്ടെ, എല്ലാവരും വിളിക്കണം, ഇതിനൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് തന്നത്. അപ്പൊ എന്റെ മുത്തിന് ഇന്നത്തെ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കി തന്നെ എന്റെ മുത്തുമണി. അപ്പൊ ചങ്കാളെ ഞാൻ പല്ല ചൂടേ ബാന്തേടി. അപ്പൊ സന്ദീപ് ഇപ്പൊ സന്ദീപിനൊക്കെ ചിലപ്പോ ഇപ്പൊ കുറച്ച് നാളായിട്ടിരിക്കല്ലേ നമ്മളെ കണ്ടിട്ട് കണ്ടത്. ഇപ്പൊ ഇവനായാലും നമ്മുടെ ആശാമനായാലും ഇപ്പൊ കിച്ചായാൽ പോലും ഞാൻ പറയാണ്, നമ്മുടെ ലൈഫില് ഒറ്റപ്പെട്ടു പോയ സമയങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാകും. ആ സമയത്ത് നമ്മളൊക്കെ വിചാരിക്കും ആരില്ല കയറി അങ്ങനെ ആത്മഹത്യ ചെയ്തേക്കാം, മരിച്ചേക്കാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മളൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ദൈവം എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകും. അത് തിരിച്ചറിയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. ആ ഒരു തിരിച്ചറിവാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. എന്റെ സൗഹൃദമാണ് ചങ്കള എന്നെ ഇവിടെ വരെ. ഞാൻ ഇന്ന് എന്റെ മക്കളെ കൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ സൗഹൃദം മാത്രമാണ്. എന്റെ ബന്ധങ്ങൾ, അതായത് എന്റെ രക്തബന്ധങ്ങളൊന്നുമല്ല. എന്റെ ഇപ്പൊ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ രക്തബന്ധം ഇതൊന്നല്ല. ഞാൻ ഇന്ന് ഇവിടെ എന്റെ മക്കളെ കൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ സൗഹൃദങ്ങളാണ്. വിരലെണ്ണാവുന്ന കുറച്ച് സൗഹൃദങ്ങളുണ്ട്. അതാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഇപ്പൊ ഇത്രയും പേര് ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴേക്കും സന്ദീപൊക്കെ ഓടി വന്ന്, എന്റെ ആശാമാര് വന്ന്, പിന്നെ എന്റെ ഇവരൊക്കെ എന്നെ ഒരിക്കലും മിസ് ചെയ്യില്ല ഒരു കാര്യത്തിലും. അത്രയും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല ഇവർക്ക് കൊടുക്കാനായിട്ട്. എപ്പോഴും ഈ ചിരിക്കുന്ന ഒരു വർത്താനോ കളിയും ചിരി മാത്രമല്ല എൻ്റെ കയ്യിൽ ഇവർക്ക് കൊടുക്കാനായിട്ട്. പക്ഷെ അവരെനിക്ക് തരുന്നത് ഒരു ലൈഫാണ്. ഇവരെല്ലാം എനിക്ക് തരുന്ന ഒരു ലൈഫാണ്, ജീവിക്കാനുള്ള പ്രചോദനമാണ്. അപ്പൊ എല്ലാവരും സൗഹൃദങ്ങൾ ചേർത്ത് പിടിക്കാം. നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോയവരാരും അകറ്റി നിർത്താണ്ട്, മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് ആരും വിധി എഴുതാണ്ട് എല്ലാവരും നമ്മൾ അനുഭവിച്ചറിയ ഒരു വ്യക്തിനെ. അവരെന്താണെന്നുള്ളത് അവരിലൂടെ നമ്മൾ അവരുടെ കൂടെ നിന്ന് അനുഭവിച്ചറിയാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ചങ്കളെ. അപ്പൊ ഞങ്ങളുടെ ആഘോഷം ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത് അല്ലേ. മക്കളൊന്നേ കിച്ച വീടിന്ന് വിളിച്ചേ. വിഷമായി അയ്യോ അമ്മ
എന്റെ മോള് പറഞ്ഞില്ലേ അപ്പൊ ഞങ്ങള് കാരണല്ല നമ്മൾ ഇവിടെ വരെ എത്തിയെന്നുള്ളത് എടി നിങ്ങൾ കാരണല്ല, നിങ്ങൾക്ക് വേണ്ടിക്കാണ് ഞാൻ ജീവിച്ചത് അല്ലേ? ഇവർക്ക് വേണ്ടിക്കാണ് ഞാൻ ജീവിച്ചത്. ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് ഇവർക്ക് വേണ്ടിക്കാ. എല്ലാവരും പറഞ്ഞു എവിടെ എത്തില്ല പോട്ടെ, എന്ത് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് വാശിയായിരുന്നു കാണിക്കണം എന്നുള്ളത്. ജീവിച്ച് കാണിക്കും എന്നൊരു വാശി ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു വാശിപ്പുറത്ത് ഞാൻ ഇവിടെ വരുത്തി. ഇനി എന്ത് കൊടുങ്കാറ്റ് വന്നോട്ടെ, പ്രളയം വന്നോട്ടെ, ഇത് പേമാരി വന്നോട്ടെ, ഈ ഭൂമി തലകളായി മറിഞ്ഞോട്ടെ, പക്ഷെ എന്റെ കരവലയത്തിലുള്ള എന്റെ ഈ 3 മക്കളുണ്ടാകും. ഇത് വിട്ടുപോണെങ്കിൽ കുറച്ച് പാടാണ് അല്ലേ? എന്റെ സ്വർഗം അഹിമച്ചിന്റെ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഫാമിലിനെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുക. എല്ലാവരും നമ്മുടെ വിലപ്പെട്ട ഓരോ നിമിഷം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാം. ഓക്കെ, അടുത്തത് ഫുഡ് അടി. അത് കഴിഞ്ഞിട്ട് എന്റെ പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ തൃശ്ശൂർക്കാർക്കല്ലാണ് സ്നേഹം. അത് തൃശ്ശൂർക്കാരുടെ സ്നേഹം കൊണ്ട് ഞാൻ ചിക്കൻ എടുത്തപ്പോടാ വരും. ക്രിസ്മസ് ചങ്കളെ എന്റെ ബർത്ത്ഡേ ഇന്ന് December 11. ഇന്നാണ് നമ്മൾ കാത്തിരുന്ന, ഞങ്ങള് എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം. December 11 അല്ലേ ജി? അടിച്ചു പൊളിക്കാൻ വേണ്ടി കാത്തിരുന്ന ആ ഒരു സസ്പെൻസ് ഇട്ട് ഹാപ്പി ആയി ത്രില്ലിങ്ങിൽ ഇരിക്കുന്നു ഞങ്ങളെല്ലാവരും. അപ്പൊ എന്റെ മക്കള് അജി, സുമി, എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ചങ്കളെ. അപ്പൊ ആർക്ക് ഏഞ്ചൽസിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ചങ്കളെ. അപ്പൊ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആഘോഷങ്ങളാണ്. ആഘോഷങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചോണ്ടേ ഇരിക്കും നമ്മള്. അപ്പൊ ഇന്നത്തെ കേക്കൊക്കെ സൂപ്പർ ആയിരുന്നു. എന്റെ കൂട്ടുകാരിയാണ് കേക്ക് ഉണ്ടാക്കി തന്നത്, നിമിഷാന്റെ പേര്. പിന്നെ എന്റെ ഇന്നത്തെ ഈ ഒരു കളർഫുള്ളാക്കി എന്റെ ബർത്ത്ഡേ ഇത്രയും മനോഹരമാക്കി തന്ന എന്റെ അജിക്കുട്ടിക്കും സുമി, എന്റെ കിച്ചു സർപ്രൈസ് ആയിട്ട് എനിക്കൊരു സ്വർണ്ണമോതിരം തന്നു. എനിക്കത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ഗിഫ്റ്റാണ്. എനിക്കത് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എന്റെ കിച്ചനോട് പ്രത്യേകമായിട്ട് ഞാൻ ഒരുപാട് ഇത്രയും സന്തോഷമാക്കിയൊരു ദിവസം എനിക്ക് തന്നതിന് കിച്ചനോടും ഒരുപാട് നന്ദി, താങ്ക്സ് പറയാണ് ഞാൻ. അതിലുപരി എന്റെ മക്കള് 3 പേര് ദൈവം എനിക്ക് ഏറ്റവും തന്ന വലിയൊരു അനുഗ്രഹമാണ്. എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എന്റെ 3 മക്കള്. അപ്പൊ എല്ലാ സങ്കടങ്ങളും മറന്ന് ഞാൻ ജീവിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിക്കാണ് ചങ്കളെ. അപ്പൊ എല്ലാവരും ഫാമിലിക്കായിട്ട് ജീവിക്കുക, ഫാമിലിനെ സന്തോഷമാക്കി വെക്കുക. അപ്പൊ ഓക്കെ ചങ്കളെ, ടാറ്റ ബൈ ബൈ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം കേട്ടാ, പുതിയ വിശേഷമൊക്കെ ആയിട്ട്. അപ്പൊ പൊട്ടേ, ടാ, ലവ് യു. Subscribe now your funniest YouTube channel Archangel.